ഹായ് നമസ്കാരം, എല്ലാവർക്കും JK ബ്ലോഗ്സ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പാറ്റേൺ ടൈൽ, അതായത് ബുക്ക് മാച്ച് എന്ന് പറയും, അല്ലെങ്കിൽ മാർബിൾ ഡിസൈൻ ടൈൽ 4:2 ഇത് വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, എടുക്കാൻ മടിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരുവിധം എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് ഒരു സ്വന്തമായി ഒരു വീടുണ്ടാക്കുക, അതുപോലെ നല്ല ടൈലൊട്ടിക്കുക. നമ്മൾ ഒട്ടിക്കുന്ന സാധനങ്ങളോ ടൈലുകളോ മറ്റുള്ളവരത് ബോറായിപ്പോയി എന്ന് പറയാതിരിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഒട്ടിക്കുക. അപ്പോൾ ഈ വീഡിയോ പാറ്റേൺ ടൈൽ നമ്മുടെ വീടുകളിൽ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ബുക്ക് മാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പണിക്കാർക്ക് കുറച്ച് പണി കൂടും, ടൈലിൻ്റെ വർക്കേഴ്സിന്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഡിസൈൻ നോക്കി വെക്കണം. ആദ്യം തന്നെ നമ്മൾ വിരിക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈനൊക്കെ സെറ്റാക്കുക. വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പണിക്കാരും ഇതുപോലെ ചെയ്യുന്നത്. മറ്റുള്ള ടൈലുകളെ അപേക്ഷിച്ച് അങ്ങനെ നോക്കാറില്ല. നമ്മൾ മട്ടം തിരിച്ച് നേരെ ഒട്ടിക്കാറാണ്. ഇത് നമ്മൾ വേസ്റ്റേജിന് നമ്മൾ ആ ഡിസൈൻ തന്നെ വരേണ്ടത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് എല്ലാ ടൈലിൻ്റെ പണിക്കാരും ഇതൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ സ്കേട്ടിങ്ങിന് അതേപോലെ തന്നെ, സ്കേട്ടിങ്ങിന് ആ ഡിസൈൻ അങ്ങനെ കയറാൻ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ വരാറുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ബുക്ക് മാച്ചിൻ്റെ വർക്ക് എടുക്കാൻ, അല്ലെങ്കിൽ കുറേ വേസ്റ്റേജുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ എല്ലാവർക്കും ടൈല് മുട്ടിച്ച് വിരിക്കാനാണ് കൂടുതലും ഇഷ്ടം ഉണ്ടാവുക. മുട്ടിച്ച് വിരിച്ചാൽ നല്ല ജോയിൻ്റ് കാണാതെ നല്ല ഭംഗിയിൽ കിട്ടും. പക്ഷേ ശരിക്ക് ടൈല് മുട്ടിച്ച് വിരിക്കാൻ പാടില്ല. അത് ടൈലിൻ്റെ ബോക്സുകളിട്ട് കമ്പനി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ടൈല് മുട്ടിച്ച് വിരിക്കരുതെന്ന്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മുട്ടിച്ച് വിരിച്ചിട്ടല്ല, ചില സ്ഥലങ്ങളിൽ മുട്ടിച്ച് വിരിച്ച സ്ഥലങ്ങളും ഉണ്ട്, കംപ്ലൈൻറ്റ് വരാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഇത് അതേപോലെ ടൈല് നമ്മൾ മുട്ടിച്ച് വിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈലിന് നമ്മൾ മഴക്കാലത്തൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളെ ഡോറൊക്കെ തടിച്ചിട്ട് നമുക്ക് ടൈറ്റ് ആവുന്നതും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മഴക്കാലത്ത്. വേനൽക്കാലത്ത് നല്ല ചുരുങ്ങിയിട്ട് നല്ല ഡോറ് ലൂസായിട്ട് അടയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ കാലാവസ്ഥ ചേഞ്ചിൽ നമുക്ക് ടൈലിന് എന്തെങ്കിലും ഒരു ബൾജിങ്ങോ എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു മൈന്യൂട്ട് ചെറിയൊരു ടൈലൊന്ന് ഞെളിഞ്ഞു പോയി കഴിഞ്ഞാൽ ടൈലിൽ നിൽക്കാൻ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അതിനുള്ള ഗ്യാപ്പാണ് ഈ സ്പേസർ ഗ്യാപ്പ് നമ്മൾ ഇടുന്നത്. കമ്പനിയും പറയുന്നത് അതാണ്. അതിനെക്കൊണ്ടാണ് എല്ലാവരും സ്പേസർ ഗ്യാപ്പ് ഇടുന്നത്. പിന്നെ നമുക്ക് കറക്റ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് എപ്പോക്സി അങ്ങനെയുള്ള ഇപ്പോൾ കുറേ ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് എപ്പോക്സി ചെയ്യാം, പിന്നെ കറക്റ്റ് കളറായിട്ടുള്ള എപ്പോക്സി ചെയ്യാം. പക്ഷേ എല്ലാവരും കുറച്ച് വ്യത്യസ്ത കളറുകളാണ് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാ എപ്പോക്സി ചെയ്യുമ്പോൾ അഴുക്ക് ചെറുങ്ങനെ പിടിച്ചാലും അത് കാണാൻ സാധ്യത കൂടുതലാണ്. ഗ്ലാസ് എപ്പോക്സിയെ പോലെയല്ല, അങ്ങനെയുള്ള ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട് സാധാ എപ്പോക്സിക്ക്. അപ്പോൾ എല്ലാവരും വേറെ കളർ യൂസ് ചെയ്യലാണ്. കോമൺ ആയിട്ട് ബ്ലാക്ക് ആണ് എല്ലാവരും ചെയ്യാറ്. അധികം ആൾക്കാരും സ്പേസർ ഗ്യാപ്പ് ഇടുന്നത് ഭംഗിക്കാണെന്നാണ് വിചാരിച്ചത്. ഒരിക്കലും ഭംഗിക്ക് വേണ്ടിയിട്ട് സ്പേസർ ഗ്യാപ്പ് ഇടുന്നതല്ല. ഈ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടാണ്. ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്ന് ബൾജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ടൈല് മേലോട്ട് പൊന്തി വരും സാധ്യത കൂടുതലാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ വീടിൻ്റെ നിലം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും മെറ്റീരിയൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. മണ്ണിട്ടിട്ട് പോകേണ്ട സ്ഥലങ്ങളായിരിക്കും നമ്മൾ പിന്നെ മെറ്റലും സിമെൻറ്റും പൂഴിയൊക്കെ ഇട്ടിട്ട് അഡീഷണൽ വേറെ ലേബറും കൊടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതില്ലാതെക്കാൻ ആദ്യം നമ്മൾ കറക്റ്റ് വാട്ടർ ലെവൽ, ഗ്രൗണ്ട് ഫ്ലോർ വാട്ടർ ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ടൈലിൻ്റെ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഫ്ലോറിങ്ങിൻ്റെ വേറെ എന്തെങ്കിലും വർക്കേഴ്സിന് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ രണ്ടാമതും കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ വെറും മണ്ണിട്ടിട്ട് പോകേണ്ട കനങ്ങളാണ്. പിന്നെ അത്രയും കനം നമ്മൾ ചില സ്ഥലത്തൊക്കെ 4 ഇഞ്ചോളം 5 ഇഞ്ചോളമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പൊന്തിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധ കുറവാണ്, അല്ലെങ്കിൽ അവർ പിടിക്കുന്ന വാട്ടർ ലെവലിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും.
അല്ലെങ്കിൽ ബാലൻസിലുള്ള കോൺക്രീറ്റ് അവിടെ ഇവിടെ കൊണ്ടിട്ടിട്ട് ഉള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ലാഭിക്കാൻ പറ്റും. ടൈലിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറേ ലാഭിക്കാൻ പറ്റും. നമ്മൾ കാണുന്ന കുറേ സൈറ്റുകളിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാറുണ്ട്. കോൺക്രീറ്റിന് മുന്നേ നമ്മൾ ഇടുന്ന മണ്ണ് അത് വാട്ടർ ലെവലിൽ ഇടാൻ ശ്രമിക്കുക. അത് കറക്റ്റായിട്ട് വാട്ടർ ലെവലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 2 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മൊത്തമായിട്ട് 2 ഇഞ്ച് കനം കോൺക്രീറ്റ് വാട്ടർ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. ഇത് മണ്ണ് ആദ്യം വാട്ടർ ലെവലിൽ ഇടാതെ ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൈലിൻ്റെ പണിക്കാരെ ബുദ്ധിമുട്ടൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. പാറ്റേൺ ടൈലിനെ കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ. പാറ്റേൺ ടൈൽ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കമൻറ്റ് നമ്മളെ അറിയിക്കുക. അതുപോലെ തന്നെ ടൈല് ക്ലീനിങ്ങിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ടൈൽ എങ്ങനെ ക്ലീൻ ചെയ്യണം. ചില ആൾക്കാരുടെ ടൈലൊക്കെ പെട്ടെന്ന് നരച്ചു പോകും, ചില ആൾക്കാരത് സ്ക്രാച്ചുകൾ പെട്ടെന്ന് വരും. ഇതിൻ്റെയൊക്കെ ഒരു കാരണം പറഞ്ഞിട്ട് ഒരു വിശദീകരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ടൈലെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാട്ടണം എന്നുള്ളതും, അതേപോലെ മാർബിൾ പോളിഷ് കഴിഞ്ഞ മാർബിളിൽ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്നും നമ്മളുടെ ടൈലായാലും മാർബിളായാലും നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞ അതേ ഫിനിഷിങ്ങിൽ നമുക്ക് ലൈഫ് ടൈമിൽ കിട്ടും. അതിനൊക്കെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു ടിപ്പ് നമ്മളെ അടുത്ത് കിട്ടാതിരിക്കില്ല. ഇത് എങ്ങനെയുണ്ട് നമ്മൾ ഈ പാറ്റേൺ ടൈൽ വിരിച്ചിട്ട് എന്നുള്ളത് നിങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർ കൂടുതലായിട്ട് ഈ ഡിസൈൻ വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. ഓരോരുത്തരുടെ കൺസെപ്റ്റാണ്. നമ്മുടെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് അവരവരുടെ ഓരോ സ്വാതന്ത്ര്യങ്ങളാണ്. നല്ല ഭംഗിയിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ അതിൻ്റെ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അതേ ലൈനിൽ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും നമ്മൾ ആ സ്കേറ്റിങ്ങിൻ്റെ ആ ഭംഗിയിൽ തന്നെ അതിൻ്റെ ജോയിൻറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉപയോഗിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായമല്ല, നമ്മളാണ് സ്ഥിരമായിട്ട് കാണാനുള്ളത്. മറ്റുള്ളവർക്ക് പലർക്കും പല കൺസെപ്റ്റായിരിക്കും, പല സാധനത്തിനെ കുറിച്ചിട്ടും പല അഭിപ്രായം ഉണ്ടാവും. നമ്മളിനി എത്ര നല്ലത് നമുക്ക് നല്ലതെന്ന് തോന്നിയത് നമ്മൾ ഇട്ടാലും അതൊക്കെ നമ്മൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ വീടാണ്, നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. നമ്മളാണ് സ്ഥിരമായിട്ട് കാണാനുള്ളത്. അപ്പോൾ പാറ്റേൺ ടൈൽ വേണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.